ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഡിസംബർ മാസത്തെ ബുള്ളറ്റ് ജേണലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ബുള്ളറ്റ് ജേണലിൻ്റെ അല്ലറ ചില്ലറ ക്ലിപ്സൊക്കെ ഞാൻ എൻ്റെ ഹലോ ഡിസംബർ എന്നുള്ള വീഡിയോ ചെയ്തപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു വ്യൂ കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എങ്ങനെയാണ് ഇതിലത്തെ സ്പ്രെഡ്സ് വരുന്നത് എന്നുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ബുജോൻ്റെ തീം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്മസ് തീമായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം ഡിസംബർ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആണല്ലോ. പിന്നെ പറയേണ്ടത് ഞാൻ ചിത്രങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്. വരക്കാനും പെയിൻ്റ് അടിക്കാനും ഒന്നും ചെയ്യുന്നില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ചിത്രങ്ങൾ ഒട്ടിച്ചിട്ട് അലങ്കരിക്കുക എന്നുള്ളതാണ്. സോ ചിത്രങ്ങൾ ഒട്ടിക്കാണ്. അപ്പോൾ ഈ പിക്ചേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്തതാണ് കേട്ടോ. A4 പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ അല്ലറ ചില്ലറ ആവശ്യങ്ങൾക്കാണല്ലോ. അപ്പോൾ നമ്മൾ മാറ്റർ ഗ്ലോസി ഷീറ്റിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. A4 പേപ്പറിൽ തന്നെ ധാരാളം എന്നുള്ളതാട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ എൻ്റെ കയ്യിൽ കുറേ വേസ്റ്റ് ആയിട്ട് വന്ന A4 പേപ്പേഴ്സ് ഉണ്ട്. എൻ്റെ വിസ പ്രോസസ്സിങ്ങിൻ്റെയും എൻ്റെ കോളേജിലത്തെ ഡിസർട്ടേഷൻ്റെ ഒക്കെ ഒരുപാട് പേപ്പേഴ്സ് ബാക്കിയുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കാര്യങ്ങൾ എഴുതിയിട്ട് അത് വേണ്ട, എന്നാൽ മറു സൈഡ് ഒരു കാര്യങ്ങളില്ലാണ്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. അപ്പോൾ അതും കൂടെ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലാണ് ഞാൻ ഇങ്ങനത്തെ അല്ലറ ചില്ലറ ആവശ്യങ്ങൾക്കുള്ളതൊക്കെ പ്രിൻറ്റ് ചെയ്യൽ കേട്ടോ. അപ്പോൾ ആ പേപ്പേഴ്സൊക്കെ അങ്ങ് ചിലവായി കിട്ടും ചെയ്യും. നമ്മൾ പിന്നെ വേറെ A4 പേപ്പേഴ്സിൻ്റെ പിന്നാലെ പോകും വേണ്ടല്ലോ. അങ്ങനെയൊക്കെയാട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ട് പേജിൽ 2 ട്രീസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്തൊരു കുഞ്ഞു വീട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് പേജിൽ ഇതുപോലത്തെ ഒരു ബ്രൗൺ പേപ്പർ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഗോൾസും വിഷ് ലിസ്റ്റും ആട്ടോ എഴുതുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഗോൾസ് ഒന്നും ഒരുപാട് എഴുതാനുണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ഞാൻ ആ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജേണലും. അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 2 സൈഡിലായിട്ടും ഇതുപോലത്തെ ഒരു റെഡ് ഗിങ്കാം പാറ്റേൺ നമ്മൾ ജസ്റ്റ് ഇവിടെ ഹാൻഡായിട്ട് ഇങ്ങനെ കീറിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയായിട്ട് വിചാരിച്ചിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ചില്ലറ ചിത്രങ്ങളും അവിടെ ഇവിടേക്ക് ഒന്ന് വാരി വതറി ഒട്ടിച്ചു കൊടുക്കുക. അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ ഒരു സ്പ്രെഡിലും. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് ഞാൻ A4 ഒരു ഹാഫ് പോർഷൻ, അതായത് A4 പേപ്പറിൻ്റെ ഹാഫ് പോർഷനിലായിരുന്നു ഈ പാറ്റേൺ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കീറി എടുത്തപ്പോൾ തന്നെ മറ്റു സൈഡ് ഈ ഇവിടേക്കും പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് ഓക്കെ ആണോ. അങ്ങനെ നോക്കിയതായിരുന്നു ആ ട്രീയും പിന്നെ ഈ ഒരു സാധനം. അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ആ ചെടി ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ലണ്ടനിൽ. ഒരു കുഞ്ഞു മരം പോലെ ഒരു സാധനം, അതിലിങ്ങനെ നിറയെ കായ്കൾ. ഞാൻ അങ്ങനെ വിചാരിച്ചു എന്താണ് ഈ റെഡ് നിറത്തിലുള്ള കായ്കൾ എന്താണെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പോയി നോക്കിയപ്പോഴേ ഈ സാധനമാണ്. ആ ലീവിൻ്റെ ഒക്കെ ഷേപ്പ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അതൊക്കെ ഇങ്ങനെ ക്രിസ്മസ് ആകുമ്പോൾ ഓരോ ഡെക്കറേഷൻ ഐറ്റംസിന് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതൊക്കെ അല്ലേ കാണാറുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അന്ന് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതങ്ങനെ അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ അതുപോലെ ഒരു സെൻറ്റർ ക്ലോസിനെയും പിന്നെ ഒരു ട്രീ പിന്നെ ഒരു സാധനം കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇനി അടുത്തത് ഇത് ഹാബിറ്റ് ട്രാക്കറിൻ്റെ സ്പ്രെഡാണ്. അപ്പോൾ ഞാൻ ആദ്യം മനസ്സിലോണ്ട് ഇങ്ങനെ പേജസിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വേണ്ടത് എന്നുള്ളത്. തലേ ദിവസം അതൊക്കെ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ എഴുതി പോകും. എന്നാൽ അതിനനുസരിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഇതുപോലത്തെ ഒരു പിക്ചർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ അതായത് ഒരു വിൻഡോ, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്നോ അങ്ങനത്തെയൊക്കെ ഒരു പിക്ചറാണ്. എന്നിട്ട് അതിന് താഴെ ഇതുപോലത്തെ ഒരു ബ്രൗൺ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഗിങ്കാം പാറ്റേൺ പറഞ്ഞല്ലോ, അതിൽ കുറച്ച് സൈഡ് പോർഷനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അവിടെ ഒട്ടിച്ചിട്ടുണ്ട്, അതിനൊരു പീസ്. ഇനി അടുത്ത പേജിൽ ഒരു ക്രിസ്മസ് ട്രീയും 2 സോക്സും അത് മാത്രമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പേജിൽ ഇവിടെ ഇതുപോലത്തെ ഒരു സ്നോമാനും പിന്നെ ഒരു ഗിങ്കാം പാറ്റേൻ്റെ പീസും. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുള്ള, ഞാൻ ഒരുപാട് ചെയ്യാനൊന്നും എനിക്കെന്തോ വലിയൊരു മൂഡും വരുന്നില്ലായിരുന്നു. പിന്നെ എന്തായാലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരുന്നു. ഒന്നാമത് ഈ ഒരു ബൂജോ ചെയ്യുന്ന വീഡിയോ അതുപോലെ നമ്മുടെ ഹലോ ഡിസംബർ എന്നുള്ള വീഡിയോ രണ്ടും ഒരുമിച്ച് ഒരു ദിവസമായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീഡിയോ എടുപ്പായതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ബുള്ളറ്റ് ജേണലിൽ വേണ്ട ഒരു തേങ്ങ വേണ്ട എന്നുള്ള അവസ്ഥയായിരുന്നു. കാരണം നമ്മളിങ്ങനെ ഒരുപാട് അവേഴ്സ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർക്ക് ചെയ്യില്ല, നമ്മുടെ ബോഡി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കല്. അപ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് എൻ്റെ തല പ്രവർത്തിക്കാനുള്ള ശേഷിയൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ ഉള്ള ശേഷി വെച്ച് ചെയ്തതാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ 2 പിക്ചേഴ്സ് ഇങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി എല്ലാത്തും ഇങ്ങനെ നിരനിർത്തി ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബാക്കി അല്ലറ ചില്ലറ ഇങ്ങനത്തെ കുറച്ചുകൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ഒരു 3 പിക്ചേഴ്സും കൂടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ലാന്ന് ഇങ്ങനെ തോന്നുന്നു എനിക്ക്. ഇനി നമ്മൾ ഫ്രണ്ട് പേജിൽ നേരത്തെ ചിത്രങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് താഴെയായിട്ട് ഇതുപോലെ ഡിസംബർ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാലണ്ടർ, അതായത് ഡിസംബറത്തെ കാലണ്ടറും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഓരോന്നിനും ഹെഡിങ്സ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം ഒരു 4-5 എണ്ണം ഇതുപോലെ പ്രിൻറ്റ് ചെയ്ത് വെച്ച്.
കാരണം എന്നെങ്കിൽ അടുത്ത ജേണൽസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പം ഇരുന്നിട്ട് ഇങ്ങനെ ഇൻഷോട്ടിൽ ഇരുന്നുകൊണ്ട് ഗോൾസ് അച്ചീവ്മെൻറ്റ്സ് അത് ഇത് ബ്ലാ ബ്ലാ അത് എങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്നൊരു 4-5 ഇതുപോലെ പ്രിൻ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹലോ ഡിസംബറിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഇനി അതായത് ജാനുവരി മുതലുള്ള പൂജോ സെറ്റപ്പ്സ് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ അതിൽ തന്നെ യൂസ് ചെയ്യാം, കാരണം നിങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ, ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്തു പോവല്ലേ, അപ്പോൾ അതൊക്കെ തന്നെ ധാരാളം നിൽക്കുന്നതിൻ്റെ തോന്നി. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടേക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടോ, അതായത് ഞാൻ ഹാബിറ്റ് ട്രാക്കറിൻ്റെ പേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് തലേദിവസം രാത്രി ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ ഹാബിറ്റ് ട്രാക്കറൊക്കെ ആഡ് ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെ പിറ്റേ ദിവസം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കോളേജിലേക്കുള്ളതൊക്കെ ഇങ്ങനെ അതായത് ചെയ്ത് തീർക്കാനോ, അതായത് ഒരു വീക്ക് കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണെങ്കിലും ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. അപ്പോൾ എനിക്ക് തോന്നി ഹാബിറ്റ്സ് ഒന്നും ഫോളോ ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് ഹാബിറ്റ് ട്രാക്കർ അവിടെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ബഡ്ജറ്റ് എന്നുള്ളതാക്കി കൊടുത്ത് ഹാബിറ്റ് ട്രാക്കറും ഇപ്രാവശ്യം വേണ്ടപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടൊരു 2-3 മാസമായിട്ട് ഞാൻ ഹാബിറ്റ് ട്രാക്കർ എന്നുള്ള സ്പ്രെഡ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ലാസ്റ്റിൽ റിമാർക്സ് കൊടുക്കേണ്ടതിന് പകരം അവിടെ ടു ഡു ലിസ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുന്നത്തെ പേജിൽ ഞാൻ റിമാർക്സ് കൊടുക്കും. കാരണം ഈ മന്തിന് ലാസ്റ്റിലൊരു ഫീഡ്ബാക്ക് കുറേ ഒന്നും എനിക്ക് അങ്ങനെ എഴുതാനുണ്ടാവാറില്ല, കാരണം എന്തായാലും ഡെയിലി ഡയറി ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ അതിൽ എഴുതി വെക്കാറുണ്ട്, പിന്നെ അച്ചീവ്മെൻറ്റ്സും ഗോൾസിലും കുറേ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇതിലെഴുതാറ്. അപ്പോൾ ഞാൻ ആ 2 സ്പ്രെഡ്സ് തമ്മിൽ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ മാസത്തെ ബുള്ളറ്റ് ജേണൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.